വചനം എന്ന് ചിന്തിക്കുമ്പോൾ ഹെബ്രായരുടെ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 1, വാക്യം ഇങ്ങനെ പറയുന്നു: സോ വി മസ്റ്റ് ലിസൺ വെരി കെയർഫുള്ളി ടു ദ ട്രൂത്ത് വി ഹാവ് ഹേർഡ് or we may drift away from it. എന്ന് വായിക്കാം. അതുകൊണ്ട് നാം ഒരിക്കലും തെറ്റിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ആമേൻ. ദൈവവചനത്തിനകത്ത് ഹാലൂയ, വചനം നമ്മളെ നിർബന്ധിക്കുക, നമ്മൾ കേട്ട സത്യം ഹാലലൂയ അതിനെ നന്നായിട്ട് കേൾക്കാൻ. ഹാലലൂയ എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ഉറയ്ക്കാനാ ദൈവവചനം നമ്മളെ നിർബന്ധിക്കുന്നത്. ഈ സത്യം നമ്മൾ കേട്ടത് ഉറച്ചില്ല എങ്കിൽ തിരുവചനം പറയുന്നു നമ്മൾ ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. ഹാലലൂയ, നമ്മള് ബന്ധസ്ഥരാകാൻ സാധ്യതയുണ്ട്, കള്ളങ്ങൾ വിശ്വസിക്കാൻ സാധ്യതയുണ്ട്. ഹാലലൂയ, സത്യമല്ലാത്തതൊക്കെ സത്യമാണെന്ന് തിങ്ക് ചെയ്യാൻ, വിശ്വസിക്കാൻ, വിചാരിക്കാൻ സാധ്യമാണ്. നമ്മുടെ സാഹചര്യങ്ങളെ നോക്കി സാഹചര്യങ്ങൾ ശരിയാണെന്ന് പറഞ്ഞ് പെട്ടുപോകാൻ സാധ്യതയുണ്ട്. ഗലാത്യരുടെ ലേഖനം 5-ാം അധ്യായത്തിനകത്ത് 1-ാം വാക്യത്തിനകത്ത് വരുമ്പോൾ പൗലോസ് ഗലാത്യക്കാരോട് പറയുക, നിങ്ങൾ യുദ്ധം ചെയ്യണം സ്വാതന്ത്ര്യമുള്ളവരായിട്ട് ജീവിക്കുവാൻ, നിയമത്തിനകത്ത് വീണ്ടും കുടുങ്ങി പോകല്ലേ. ഹാലലൂയ, അവരെ നിർബന്ധിക്കുക. ഗലാത്യരുടെ 3-ാം അധ്യായം 1-ാം തിരുവചനത്തിനകത്ത് ഗലാത്യ സഭയെ നോക്കിയിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയാ, അയ്യോ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങളെ ആരാണ് കട്ടെടുത്തത്? നിങ്ങളെ ആരാണ് ദുർമന്ത്രവാദം ചെയ്ത് അല്ലെങ്കിൽ മന്ത്രവാദം ചെയ്ത് നിങ്ങളുടെ തലയെ മയക്കിക്കളഞ്ഞത്? നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നോ കർത്താവിന്റെ കാൽവരിയിലെ ക്രൂശ് മരണം നിങ്ങൾക്ക് എല്ലാത്തിനും, ക്രൂശ് മരണത്തിനപ്പുറം നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. നിങ്ങളെ എന്തിന്ന് വിടുവിക്കാൻ വേണ്ടി നിയമമല്ല നിങ്ങളെ രക്ഷിക്കുന്നേ, ക്രൂശ് മരണത്തിലുള്ള വിശ്വാസമാണ് നിങ്ങളെ രക്ഷിക്കുന്നേ. ഹല്ലേലൂയ. കർത്താവ് മരിച്ചവിടെ കിടക്കുവാന്നല്ല വിശ്വസിക്കുന്നേ, മരിച്ചെടുത്തുനിന്ന് ശക്തനായിട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഈ വിശ്വാസമാ ഗലാത്യക്കാരെ നിങ്ങളെ രക്ഷിച്ചത്. കണ്ടോ? അപ്പൊ പലതും വഴി തെറ്റിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ കേൾക്കുന്നത് ശ്രദ്ധയോടെ കേട്ടില്ലെങ്കിൽ കേൾക്കാത്തവന്റെ കയ്യിൽ നിന്ന് ഉള്ളതും കൂടെ എടുത്തു. നമ്മൾ കേൾക്കുന്നത് സൂക്ഷിച്ചു കേട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ കേൾക്കുന്നതിന് നമ്മൾ വില കൊടുത്തില്ല എങ്കിൽ, ഹല്ലേലൂയ, ഉള്ളതും കൂടെ അവന്റെ അകത്തുള്ള അറിവും കൂടെ പെറുക്കിയെടുത്തോണ്ട് പിശാചിന് പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അതാ നമ്മളൊരു മത്തായിയുടെ സുവിശേഷത്തിനകത്ത് ഒരു വചനഭാഗം നമ്മൾ കാണുന്നുണ്ട്. അവന്റെ വീടിനെ അടിച്ചു തുടച്ച് വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞ് അവൻ മിടുക്കനായിട്ട് അവിടെ ഇരുന്നു. അതിനകത്ത് അവന്റെ വീട്ടിനകത്ത് ഒരു ഭൂതം ഉണ്ടായിരുന്നു. ആ ഭൂതത്തിനെയൊക്കെ ഇറക്കി വിട്ടെല്ലാം കഴിഞ്ഞിട്ട് അവൻ മിടുക്കനായിട്ട് അവിടെ ഇരുന്ന് വചനം പറയുന്നു, കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പം ആ ഒരു ഭൂതം, ഇറങ്ങിപ്പോയ ഭൂതം വന്നിട്ട് നോക്കിയപ്പം വീടെല്ലാം അടിച്ചു തുടച്ച് വൃത്തിയായി കിടക്കുന്നു. ആ ഭൂതം എന്ത് ചെയ്തു? അവൻ പോയി അവന്റെ 7 കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവന്റെ അകത്ത് പാർക്കാൻ തുടങ്ങി. ഈ വീട് ഏതാ? ഈ വ്യക്തിയായ മന്ദിരം അടിച്ചു തുടച്ച് വൃത്തിയാക്കി ഇട്ടെടുത്ത് വചനം കേറാത്തപ്പം, ഹല്ലേലൂയ, അവിടെ ശരിക്കും അതിന്റെ ആശയം കാണിക്കുന്ന ഇങ്ങനെയാ. ഈ വ്യക്തി വൃത്തിയായി, അവന്റെ പാപമെല്ലാം മാറി, അവൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം അവന് വചനം കൊണ്ട് എടുത്ത് അവൻ സ്ഥിരമായിട്ട് സത്യവചനം കേൾക്കണം. അവൻ സത്യവചനം കേൾക്കുമ്പോൾ അവന്റെ അടിച്ചു തുടച്ച് വൃത്തിയായ അവനായ മന്ദിരത്തിന് കർത്താവിന് വചനം കൊണ്ട് നിറയ്ക്കാൻ സാധിക്കും. ഈ വചനം അവൻ കേൾക്കുന്നത് സത്യമെങ്കിൽ, അവനെ ഈ വചനം കൊണ്ട് അവൻ നിറയ്ക്കാമെങ്കിൽ എന്ത് സംഭവിക്കും? അവൻ ഫുള്ളായിരിക്കും. എത്രത്തോളം നമ്മൾ വചനം കേൾക്കുന്നു, എത്രത്തോളം നമ്മൾ വചനം ഓർക്കുന്നു, വചനം പഠിക്കുന്നു, വചനം ധ്യാനിക്കുന്നു, ഈ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണ കാര്യങ്ങൾ പോലല്ല. വചനം ഇങ്ങനെ പൊങ്ങി തിളച്ച് നിറഞ്ഞു നിൽക്കും. എന്നിട്ട് ഒരു പരിധി കഴിയുമ്പം അതിന് കവിഞ്ഞൊഴുകാൻ സാധിക്കും. വചനത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. എന്ന് വെച്ചാൽ വചനം പോകുന്ന വഴികളിൽ ക്രിയ ചെയ്യുന്നു, വചനം തെറ്റിനെ തിരുത്തുന്നു, വചനം നിരാശയെ മാറ്റുന്നു, വചനം ജീവനിലേക്ക് കൊണ്ടുവരുന്നു. വചനത്തിന് ഭയങ്കര ശക്തിയാ. അപ്പൊ
അപ്പം ഈ അടിച്ചു തുടച്ച് അപ്പം ഈ അടിച്ചു തുടച്ച് പാവമെല്ലാം മാറിയെടുത്ത് വചനം കൊണ്ടങ്ങ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പിശാചിന് പോയി അവന്റെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഈ മനുഷ്യനെ നോക്കിയപ്പം അവൻ വൃത്തിയായിട്ട് അവിടെ ഇരിപ്പുണ്ട്, പക്ഷെ അവൻ കാലിയായിരിക്കുക, അവൻ എംറ്റി ആയിരിക്കുക, അവനൊന്നുമില്ലാതെ. വചനം അങ്ങനെയാ പറയുന്നത്, മത്തായിയുടെ സുവിശേഷത്തിനകത്ത് അങ്ങനെയാ വചനം പറയുന്നത്. ഈ ഭൂതം പോയിട്ട് അവൻ വേറെ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വരാൻ കാര്യം എന്താന്ന് വെച്ചാല്, ഈ തിരിച്ചു വന്നപ്പം ഈ മനുഷ്യന്റെ അകത്ത് ഒരു തുള്ളി പോലും വചനമൊന്നുമില്ല. അവൻ അടിച്ചു തുടച്ച് വൃത്തിയായ കിടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു? പോയി കുറെ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്നു. അതിലും ആദ്യത്തേലും കഷ്ടമായി പോയി ഈ മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ട് വചനം ലേഖനങ്ങൾക്കകത്ത് വരുമ്പം ലേഖനങ്ങൾക്കകത്ത് നമ്മളെ വചനം നിർബന്ധിക്കുക. നിങ്ങൾ കേട്ട സത്യം നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങൾ കേട്ട സത്യം നിങ്ങൾ വീണ്ടും ഒരു മെസ്സേജ് ഒരു തവണ കേട്ടതും കൊണ്ട് അകത്ത് കയറത്തില്ലായിരിക്കും. വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കണം. 2, സ്ഥിരമായിട്ട് വചനം കേട്ടില്ലെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല. പലവരും പറയുന്ന കേട്ടിട്ടില്ലേ, ഓ ഒന്നും മനസ്സിലാവുന്നില്ലെന്നേ, എത്ര നാളായി വചനം കേൾക്കുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ ഒന്നും മനസ്സിലാവാത്ത? ഒരേ രീതിയിലല്ല അവര് കേൾക്കുന്നത്. അവര് അവിടുന്ന് ഇവിടുന്നും ഒക്കെ എന്തെങ്കിലുമൊക്കെ അല്പവും കുറച്ചും ഒക്കെ കേൾക്കും. കേട്ടിട്ട് അവര് പല വിധത്തിലുള്ളതും കേൾക്കും. കേൾക്കുമ്പോ എന്ത് സംഭവിക്കും? അവരുടെ അകത്തുള്ളതും കൂടെ നഷ്ടപ്പെട്ടു പോകും. അവർക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പൊ വചനം നമ്മൾക്ക് മനസ്സിലാവണമെങ്കിൽ ത്തിലുള്ളതും കേൾക്കും. കേൾക്കുമ്പോ എന്ത് സംഭവിക്കും? അവരുടെ അകത്തുള്ളതും കൂടെ നഷ്ടപ്പെട്ടു പോകും. അവർക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പൊ വചനം നമ്മൾക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്നും വചനം കേൾക്കണം. 2, വചനം എന്നും ധ്യാനിക്കണം. അല്ലയോ? വചനം വായിക്കണം. വചനം വായിക്കുന്നത് ബുക്കിന്, ഈ ബൈബിൾ എന്ന് പറഞ്ഞ ഈ ബുക്കിന് മാത്രമേ ഉള്ളൂ ഒരു വ്യക്തിയെ അകത്തൂന്ന് രൂപാന്തരപ്പെടുത്താൻ പറ്റുന്നത്. വേറെ എല്ലാം പുറമേ ഉള്ള കാര്യങ്ങളാണ്. നമ്മുടെ തലയ്ക്കകത്തോട്ട് അത് കയറും, കുറെ ചിന്തകളും ഒക്കെ തരും. പക്ഷെ ബൈബിള് മാത്രമേ ഉള്ളൂ നമ്മളുടെ ഹൃദയത്തിനോട് ഇടപെടുന്ന, അകത്തൂന്ന് രൂപാന്തരപ്പെടുത്തി പുറത്ത് വ്യത്യാസം കൊണ്ടുവരാൻ സാധിക്കുന്ന ബൈബിളിന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ കേൾക്കുന്നത്, ഹല്ലേലൂയ, നമ്മൾ ശ്രദ്ധയോടെ കേൾക്കാനാ ഇവിടെ വചനം നമ്മളോട് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു അല്പം പോലും അശ്രദ്ധയോടെ വചനം കേൾക്കല്ല്. ഹല്ലേലൂയ. നമ്മൾ കേൾക്കുന്ന വചനത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കണം. ഹല്ലേലൂയ. ഒരിടയ്ക്ക് കോവിഡിന്റെ സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അന്ന് ഓൺലൈൻ മീറ്റിങ്ങുകളും ഒക്കെ അല്ലായിരുന്നു കൂടുതൽ പ്രാധാന്യം. പലയിടത്തും ഇങ്ങനെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ചിലപ്പം ചിലവര് പറയുന്ന കേട്ടിട്ടുണ്ട്, ചിലവര് ഓൺലൈൻ അല്ലേ, ഓ ഓൺലൈൻ ആയത് കാരണം പോക്കറ്റിൽ നമുക്ക് മൊബൈൽ ഇട്ടിട്ട് അങ്ങനെ അങ്ങ് കയറാം. അബദ്ധവശാൽ എങ്ങാനും ക്യാമറ ഒക്കെ ഓൺ ആവുമ്പം കട്ടിലയിലൊക്കെ കിടന്നും കസേരപ്പുറത്തൊക്കെ ഇങ്ങനെ നല്ല സുഖമായിട്ട് ലൗഞ്ച് ചെയറിലൊക്കെ ചാരി ഇരുന്ന് വചനം കേൾക്കുന്നത്, അതെന്തൊരു കഷ്ടമാ. നമ്മൾ വചനം കേൾക്കുന്നത് ഭയങ്കര വില കൊടുത്തു വേണം നമ്മൾ ഇരിക്കാൻ. ഹല്ലേലൂയ. എന്നുവെച്ചാൽ ഇത് സാക്ഷാൽ ദൈവമാ. ഹല്ലേലൂയ. ഇതെന്തോ ആരോ വെറുതെ ഒരു രസത്തിന് എഴുതി വെച്ച് എന്തോ നമ്മള് വായിക്കുന്നതല്ല. കണ്ടോ? ആ വചനം നമ്മള് വായിക്കുന്നതല്ല. കണ്ടോ? ആ വചനത്തിന് എത്ര മുൻതൂക്കം കൊടുക്കണം. അതിനാണ് ഇവിടെ ലേഖനം എഴുതിയപ്പം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ കേൾക്കുന്നത് വളരെ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കണം. എന്താന്ന് വെച്ചാൽ വചനത്തിനെ കുറിച്ച് പറയുന്നു, ഇത് സത്യമാണെന്ന്. ബി കെയർഫുള്ളി ടു ദ ട്രൂത്ത് വി ഹാവ് ഹേർഡ്. അപ്പം നമ്മൾ വില കൊടുത്തത് കേൾക്കണം. എന്നിട്ട് നമ്മൾ കേട്ടതിന് നമ്മൾ മുൻതൂക്കം കൊടുക്കണം. കേട്ടതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. പലവരുമുണ്ട്, അവർക്ക് വേണ്ട ഭാഗം അതിൽ നിന്നെടുക്കും, ബാക്കി അവർ കാറ്റത്ത് പറത്തിക്കളയും. അവർക്ക് ഇഷ്ടമില്ലാത്തത് ഇച്ചിരിതൊക്കെ ഹല്ലേലൂയ കാറ്റത്ത് അങ്ങ് പറത്തിക്കളയും. എന്താ? അവർക്കത് വേണ്ട. അവര് ഓ ഇതിനകത്തുനിന്ന് ഈ സൗഖ്യം മതി എനിക്ക്, ഇതിനകത്തുനിന്ന് ഈ ഉയർച്ച മതി എനിക്ക്, ബാക്കി അതവിടെ കിടക്കട്ടെ. അത് കർത്താവ് പറഞ്ഞോ ആര് പറഞ്ഞോ എനിക്കതൊന്നും വേണ്ട. അതെനിക്ക് ഇച്ചിരി ഞെരുക്കം വരണം, ഞാൻ ചിലപ്പം ഇച്ചിരി ഒന്ന് ഒതുങ്ങിയൊന്നിരിക്കണം, ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കത്തില്ല, അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിന് അത് എതിരായിരിക്കാം, വേണ്ട, അത് വേണ്ട എനിക്ക്, ബാക്കിയൊന്ന്. അപ്പം വചനം പറയുന്നു, ലിസൺ കെയർഫുള്ളി ടു ദ ട്രൂത്ത്
വി ഹാവ് ഹേർഡ്. നമ്മൾ കേട്ട സത്യത്തിന് നമ്മൾ കാത് കൊടുത്ത് ഹേർഡ്. നമ്മൾ കേട്ട സത്യത്തിന് നമ്മൾ കാത് കൊടുത്ത് നമ്മൾ ആത്മാവിൽ അത് കേട്ട് അതിനെ അനുസരിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിലോ അത് പറയുന്നു നമ്മൾ അതിൽ നിന്ന് ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ കേട്ട സത്യം നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിയ ചെയ്യാതെ പോകാൻ സാധ്യത. താഴോട്ട് നോക്കുമ്പോൾ വചനം അവിടെ പറയുക, ദൈവം കൊടുത്ത വചനം മോശയ്ക്കാ ശരിക്കും കൊടുത്തത് അല്ലെ. നമ്മള് പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ മോശയുടെ കയ്യില കൽപ്പനകൾ കൊടുത്തത്. 2-ാം വാക്യത്തിനകത്ത് അവിടെ പറയുന്നു ദൂതന്മാർക്ക് കൊടുത്തു എന്ന്. പലയിടത്ത് അങ്ങനെ ഒരു റെഫറൻസും വന്നിട്ടുണ്ട്, ദൂതന്മാർക്ക് കൊടുത്തു. ശരിക്കും മോശയ്ക്ക്, കാരണം ഒരുപക്ഷെ മോശയെ ദൈവം അങ്ങനെയും കൂടെ കണ്ടു കാണും. ദൈവത്തിന്റെ വേല ചെയ്യാൻ പ്രാപ്തനായ ഒരു ദൂതനെ പോലെ മോശ നിന്നു. നമുക്കറിയാം ദൂതന്മാര് ദൈവത്തിന്റെ സേവാത്മാക്കളാ. അവൻ ദൈവം ഒരു പക്ഷെ അങ്ങനെ കണ്ടിട്ടായിരിക്കും ദൈവാത്മാവിൽ ഇങ്ങനെ വചനം എഴുതി വെച്ചത് എന്ന്, വചനം നിലനിന്നു എന്ന്. പക്ഷെ അവിടെ ഒരു അവിടെ വാക്യം പറയുന്നുണ്ട്, 4-ാം വാക്യം പറയുന്നുണ്ട്, ദൈവം പറഞ്ഞ വാക്യങ്ങള് സത്യമാണെന്ന് ഉറപ്പിച്ചത് എങ്ങനെയാ? കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും വാക്യങ്ങള് സത്യമാണെന്ന് ഉറപ്പിച്ചത് എങ്ങനെയാ? കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്ത് ദൈവം കൊടുത്ത വാക്കുകള് ഉറപ്പെന്ന് ഉറപ്പിച്ചു. ഇന്നും അതെ, നമ്മൾ വചനം കേൾക്കുമ്പം ഹല്ലേലൂയ, അതിൽക്കുന്ന വചനങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ദൂതുകൾ കൈമാറുന്നുണ്ടെങ്കിൽ, ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പ് വരുത്താം നമ്മൾ കേൾക്കുന്ന വചനം സത്യമാണെന്ന്. ഹല്ലേലൂയ. പലയിടങ്ങളിൽ നമ്മൾ കേൾക്കാറുണ്ട്, അവിടെ വചനം മാത്രമേ ഉള്ളൂ, അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നുമില്ല. അല്ലെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമേ ഉള്ളൂ, വചനമില്ല. ഇത് രണ്ടും വേണം. അതുകൊണ്ടാണ് അവിടെ വചനം പറയുന്നത്, നമ്മൾ കേൾക്കുന്നത് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണം. എന്നിട്ട് വചനം അവിടെ പറയുന്നത്, ദൈവം കൊടുത്ത വചനങ്ങള്, ദൈവം ഏൽപ്പിച്ച ദൂതുകള്, ദൈവം ഏൽപ്പിച്ച ദർശനങ്ങള്, വചനഭാഗങ്ങളെല്ലാം ദൈവം എന്ത് ചെയ്തു? അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും കൂടെ ആ പരിശുദ്ധ ആത്മാവിന്റെ കൃപാവരങ്ങളും കൂടെ ചേർത്ത് വെച്ച് ദൈവം കൊടുത്ത വചനത്തിനെ, കേൾക്കുന്ന വചനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഇന്നൊരു തീരുമാനമെടുക്കണം, ഞാൻ ദിനം തോറും ഞാൻ വചനം കേട്ട് ഞാൻ വചനത്തിൽ വളരും, ഞാൻ വചനം ധ്യാനിക്കും. വചനം ധ്യാനിക്കണം. നമ്മൾ എത്രത്തോളം വചനം ധ്യാനിക്കുന്നോ അത്രത്തോളം ഈ വചനം നമ്മളുടെ ഉള്ളറകൾക്കകത്ത്, ഈ വചനം നമ്മളുടെ ഉള്ളറകൾക്കകത്ത് കയറി ചെല്ലും. വചനത്തിന് മാത്രമേ ശക്തിയുള്ളൂ. നമ്മൾ വായും കൊണ്ട് പറയാത്ത മേഖലകളിൽ പോലും കയറി ഇടപെടാൻ വചനത്തിന് മാത്രമേ ശക്തിയുള്ളൂ. വചനം മാത്രമേ, ഒരു മുറിക്കകത്ത് 100 പേരിരിപ്പുണ്ടെങ്കിൽ ആ 100 പേരോട് അകത്ത് 100 പേരിരിപ്പുണ്ടെങ്കിൽ ആ 100 പേരോട് വ്യത്യസ്തമായിട്ട് ഇടപെടാൻ പറ്റുന്നത് ഇന്ന് ഈ ഭൂമിയിൽ വചനത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. ഒരു വ്യക്തി പോലും കൈവെക്കാതെ ഇടപെടാൻ പറ്റുന്ന, രോഗിയെ സൗഖ്യമാക്കാൻ പറ്റുന്ന, മാനസിക രോഗങ്ങളെ മാറ്റാൻ പറ്റുന്ന വിഷണമായ ഡോക്ടർ. ഹല്ലേലൂയ. എത്രത്തോളം നമ്മൾ വചനം ധ്യാനിച്ച് നമ്മുടെ ഉള്ളിൽ വെക്കുന്നു അത്രത്തോളം നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് വിടുതൽ കാണാൻ സാധിക്കും. ഞാൻ ഉറപ്പോടെ പറയട്ടെ, ഒരു പുതിയ വചനം നമ്മളോട് ഇടപെട്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ഇടപെട്ടിട്ട് ഇത് ഈ വചനം എനിക്കുള്ളതാ, അല്ലെങ്കിൽ കുറേ നേരം വചനം കേൾക്കുമ്പോൾ ഒരു വാക്യം നമ്മുടെ ഉള്ളിനകത്ത് കയറി നിൽക്കും. ഞാൻ ഉറപ്പോടെ പറയട്ടെ, അത് നമുക്ക് വിടുതലിന് വേണ്ടിയാ ആ വചനം കിട്ടിയത്. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്, പല എബ്രായരുടെ ലേഖനം പലവരെഴുതി എന്നാണ് നമ്മളോട് പറയുന്നത്. പലവര്, പൗലോസ്, ലൂക്കാസ്, ബർണബാസ്, പലവരെഴുതിയതാ. അപ്പം ഈ എബ്രായർ എഴുതിയവര് അവരവിടെ ഉറപ്പോടെ പറയുന്നു, നമ്മൾ കേട്ട വചനത്തിന്, നമ്മൾ സത്യത്തിന് നമ്മൾ വില കൊടുത്ത് മുറുകെ നിൽക്കണം. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിനകത്ത് വരുമ്പോ ഹല്ലേലൂയ, വചനം ഇങ്ങനെ പറയുന്നു, 22-ാം വാക്യം, 1:21 ഒന്ന് വായിക്കാം ആദ്യം. യാക്കോബ് 1:21, ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 21.
വായിക്കാം. ആകയാൽ എല്ലാ അശുദ്ധിയും സകല ദുഷ്ടതയും വിട്ട് എല്ലാ അശുദ്ധ ദുഷ്ടതയും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ ആ ശക്തിയുള്ളതും നിങ്ങളിൽ നട്ടിരിക്കുന്നതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. ആമേൻ. അപ്പം ആ മത്തായിയുടെ സുവിശേഷത്തിനകത്ത് ഒരു വാക്യം ഇങ്ങനെ പറഞ്ഞു അല്ലെ, ഒരു മനുഷ്യനുണ്ടായിരുന്നു, അയാളുടെ വീട് ഒരു മനുഷ്യനുണ്ടായിരുന്നു, അയാളുടെ വീട് അടിച്ചു വാരി വൃത്തിയാക്കി, അതിനകത്ത് ഒരു ഭൂതം ഉണ്ടായിരുന്നു, അതിനെ അടിച്ച് പുറത്താക്കി കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പം അവിടെ അടിച്ചു തുടച്ച് വൃത്തിയായി ഇരുന്നു കഴിഞ്ഞ് വെറുതെ അവിടെ ഇരുന്നപ്പോ എന്ത് പറ്റി? ആ ഒരു ഭൂതം പോയി ഏഴെണ്ണത്തിനെ വിളിച്ചുകൊണ്ട് വന്നു. എന്താ? അതിനാണ് ഇവിടെ വചനം പറയുന്നത്, നിങ്ങളുടെ അകത്തുള്ള അഴുക്കുകളും ദുഷ്ടതകളുമെല്ലാം മാറ്റാൻ പറയുന്നത്. അത് നമുക്ക് സ്വന്തമായിട്ട് പറ്റില്ല. എത്രത്തോളം നമ്മളുടെ അകത്ത് പരിശുദ്ധാത്മാവ് വരുന്നോ അത്രത്തോളം പരിശുദ്ധാത്മാവ് നമ്മളെ അടിച്ചു തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. എന്നിട്ടാണ് അവിടെ വചനം പറയുന്നത്, 21 പറയുന്നു, എല്ലാം അടിച്ചു തുടച്ച് വൃത്തിയാക്ക്, എന്നിട്ട് ദൈവവചനത്തിനെ താഴ്മയോടെ നിങ്ങൾ സ്വീകരിക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിൽ അതിനെ നട്ടെടുത്ത്, സ്തോത്രം, ഇത് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷപ്പെടുത്താൻ സാധിക്കും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ യേശുവിൽ മക്കളെ രക്ഷപ്പെടുത്താൻ സാധിക്കും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ കർത്താവ് എന്താ ചെയ്യുന്നത്? നമ്മളെ വൃത്തിയാക്കുക. നമ്മളെ വൃത്തിയാക്കി കഴിഞ്ഞാൽ, സ്തോത്രം, എന്നാ ഇനി ഞാന് സൗഖ്യമായി, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ജോലി കിട്ടി, എൻ്റെ കുടുംബജീവിതം സ്വസ്ഥമായി, എൻ്റെ ജീവിതം നല്ലതായി എന്ന് പറഞ്ഞ് അങ്ങനെ നടന്നു പോകുവല്ല. പക്ഷെ കർത്താവിന്റെ വചനം പറയുന്നു, ദൈവം നമ്മളുടെ ഹൃദയത്തിനകത്ത് ഇട്ടു തന്നിരിക്കുന്ന വചനത്തിനെ നമ്മൾ താഴ്മയോടെ സ്വീകരിച്ച്, ഹല്ലേലൂയ, ഇതിനെ എന്താ ചെയ്യേണ്ടത്? 22 വാക്യം പറയുന്നു, വെറുതെ വചനം കേട്ട് ഉള്ളിൽ ആ വചനം സൂക്ഷിച്ചു വെച്ച് കുറെ വചനം ധ്യാനിച്ച് അവിടെ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കുക മാത്രമല്ല, വചനം നിർബന്ധിക്കുന്നു, നിങ്ങൾ ഈ വചനം പറയുന്നത് നിങ്ങൾ ചെയ്തിരിക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിലോ നിങ്ങൾ നിങ്ങളെ തന്നെ കളിപ്പിക്കുക. ലോകത്തിനെ അല്ല കളിപ്പിക്കുന്നേ, സ്വന്തമായിട്ട് കളിപ്പിക്കുക. 22 വാക്യം ഒന്ന് വായിച്ചേ. But don't just listen. എങ്കിലും വചനം കേൾക്കുക മാത്രം വചനം കേട്ട് ഇങ്ങനെ ഫുട്ബോൾ വീർക്കുന്നത് പോലെ, അല്ലെങ്കിൽ ബലൂൺ വീർക്കുന്നത് പോലെ വീർത്ത് വരും പറയുന്നത്, തങ്ങളെ തന്നെ ചതിക്കാതെ അത് ചെയ്യുന്നവരായും ഇരിപ്പിൻ. ആമേൻ, സ്തോത്രം. അപ്പം സ്വന്തമായിട്ട് ചതിക്കപ്പെടാതെ, അപ്പം വചനം കേട്ടിട്ട് വചനം അനുസരിക്കാത്തവര് ആരെയാ ചതിക്കുന്നത്? അവരോരെയാ ചതിക്കുന്നത്. ഈ കേട്ട വചനം, ഹല്ലേലൂയ, ഈ വചനത്തിനനുസരിച്ച് ദൈവം നമ്മളെ അളക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം അവിടെ പറയുന്നത്, അതിന്റെ 25 വാക്യം, സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം സൂക്ഷിച്ചു നോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേടി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാൻ ആകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ശരിക്കും ട്രാൻസ്ലേഷൻ കിടക്കുന്നത്. അപ്പൊ വചനം ഇങ്ങനെയാ പറയുന്നത്, നിങ്ങളെ സ്വാതന്ത്ര്യമാക്കിയ പുതിയ നിയമം. നമ്മളെ സ്വാതന്ത്ര്യമാക്കിയത് പഴയ നിയമമല്ല, യേശു കർത്താവിന്റെ ബലിയാണ് നമ്മൾ സ്വാതന്ത്ര്യമാക്കിയത്. യേശു കർത്താവിന്റെ സാക്രിഫൈസ്, കാൽവരി ക്രൂശിൽ യേശു കൊടുത്ത ആ പുണ്യാക രക്തം, യേശു കർത്താവ് കൊടുത്ത തന്റെ ശരീരത്തിനകത്ത് നമ്മുടെ പാപത്തിനെയും രോഗത്തിനെയും വഹിച്ചു. യേശു നമ്മളെ എന്നേക്കും സ്വാതന്ത്ര്യമാക്കി. നിയമമല്ല നമ്മളെ സ്വാതന്ത്ര്യമാക്കിയ. തിരുവചനം ഇവിടെ പറയുന്നു, ദ പെർഫെക്റ്റ് ലോ എന്ന് പറഞ്ഞാൽ സമ്പൂർണതയുള്ള നിയമം. സമ്പൂർണതയുള്ള നിയമം ഏതാണ്? യേശുവിന്റെ കാൽവരി ക്രൂശിലെ മരണമാണ് സമ്പൂർണമായ നിയമം. യേശു പുതിയ നിയമത്തിൽ ഉണ്ടാക്കിയ പുതിയ നിയമത്തിന്റെ ഉടമ്പടി, പുതിയ നിയമത്തിന്റെ രക്തമാണ് പൂർണ്ണതയുള്ളത്. അപ്പം ഈ പൂർണ്ണതയുള്ള നിയമത്തിലേക്ക് നിങ്ങൾ സൂക്ഷ്മതയോടെ നോക്കിയാൽ, ഞാൻ 25 വാക്യം ഞാനൊന്ന് വളരെ സിമ്പിളായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇതെങ്ങനെയാ പറയുന്നത്? നിങ്ങളെ പൂർണ്ണമായി
പൂർണ്ണതയുള്ള സ്വാതന്ത്ര്യത്തിന്റെ നിയമത്തിനകത്തേക്ക് നിങ്ങൾ വ്യക്തിപരമായി നിങ്ങൾ നോക്കി, നിങ്ങൾ അത് പറയുന്നത് നിങ്ങൾ ചെയ്താൽ, നിങ്ങൾ കേട്ടത് നിങ്ങൾ മറന്നു കളയാതിരുന്നാൽ, എങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഹാലലൂയ. അപ്പൊ ദൈവം അനുഗ്രഹിക്കും. ഹാലലൂയ. അപ്പൊ ദൈവം നമ്മളെ അനുഗ്രഹിക്കണോ? നമ്മൾ വചനം കേട്ട് ഫുട്ബോൾ വീർക്കുന്നത് പോലെ വീർത്തിട്ട് കാര്യമില്ല. ദൈവവചനം പറയുന്ന സത്യം നമ്മൾ അനുസരിക്കണം. ഹല്ലേലൂയ. കർത്താവ് പറയുന്ന വചനം അതിനൊരു മാറ്റവുമില്ല പറയുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമ്മൾ പലപ്പോഴും നമ്മളുടെ അനുഗ്രഹത്തിന് തടസ്സമായി തീരുന്നത് എന്നുവെച്ചാൽ, ദൈവത്തിന്റെ ഇന്ന് നമ്മള് പുതിയ നിയമ വിശ്വാസികള്, പുതിയ നിയമ വചനം പറയുന്നത് നമ്മൾ വള്ളി പുള്ളി ഇല്ലാതെ നമ്മൾ അനുസരിച്ചാൽ, ഹല്ലേലൂയ, കർത്താവിന്റെ നിയമം വളരെ നിങ്ങൾ പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടെയും പൂർണ്ണ ബലത്തോടെ നിങ്ങൾ ദൈവത്തിനെ സ്നേഹിക്കുകയും ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ അയൽവക്കക്കാരനെ സ്നേഹിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. നമ്മുടെ അയൽവക്കക്കാരെ സ്നേഹിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് ഈ സത്യസുവിശേഷം അവർക്ക് കൊണ്ടു കൊടുക്കുന്നത്. യേശുവിന്റെ നാമമാണ് ഈ സത്യസുവിശേഷം അവർക്ക് കൊണ്ടു കൊടുക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ഒരു വാക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. വചനം പറയുന്നു, ഹല്ലേലൂയ, നമ്മൾ കേട്ടത് നമ്മൾ അനുസരിച്ചില്ല എങ്കിൽ, 23-ാം വാക്യം പറയുന്നു, 1:23 പറയുന്നു, വചനം കേട്ട് നമ്മളത് അനുസരിച്ചില്ലെങ്കിൽ നമ്മളുടെ മുഖം കണ്ണാടി നോക്കിയിട്ട് മറന്നു പോകുന്നവരെ പോലെയാ നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. ഇന്ന് നമ്മളെ അളക്കുന്ന ദൈവം, നമ്മളെ അളക്കുന്നത് ദൈവം, നമ്മളെ അനുഗ്രഹിക്കുന്നത് നമ്മൾ കേട്ട വചനം നമ്മൾക്ക് അളവുകോലായി നിൽക്കും. നമ്മൾ കേട്ട വചനം, ഹല്ലേലൂയ, നമ്മൾക്ക് നമ്മളെ നമ്മളെ ജഡ്ജ് ചെയ്യാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. നമ്മൾ കേട്ട വചനത്തിനനുസരിച്ച് നമ്മളെ അളക്കത്തുള്ളൂ. അതുകൊണ്ടാ ദൈവവചനം പറയുന്നേ, അവനവന് ലഭിച്ചതിനനുസരിച്ച്, കണ്ടോ, അവനവന് ലഭിച്ച വിശ്വാസത്തിനനുസരിച്ച്, അവൻ നമ്മുടെ ജീവിതത്തിനകത്ത് ലഭിച്ച വിശ്വാസത്തിനനുസരിച്ച്, അവൻ നമ്മുടെ ജീവിതത്തിനകത്തൊരു വിടുതൽ നടക്കണമെങ്കിൽ നമ്മൾ വചനം കേട്ടത്, നമ്മളിപ്പോ ഒരു പുതിയ വചനം കേട്ടു, ആ വചനം നമ്മൾ പറയാ, ഓ ഇത് എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതല എന്ന് പറഞ്ഞാൽ, ആ വചനത്തിനകത്ത് എത്രത്തോളം വിശ്വാസം നമുക്ക് വെക്കാമോ അത്രത്തോളം ദൈവത്തിന് നമ്മൾ കേട്ട് നമ്മൾ അറിഞ്ഞ വചനമാണ് നമ്മളെ അളക്കുന്നത്. ഹല്ലേലൂയ. എത്രത്തോളം നമ്മൾ വചനം, അപ്പൊ നമ്മൾ എത്രത്തോളം സത്യം കേട്ടോ അത്രയധികമായിരിക്കും ദൈവം നമ്മളെ, ഹല്ലേലൂയ, അളക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മളെ ജഡ്ജ് ചെയ്യുന്ന, നമ്മളെ എന്താ ജഡ്ജിന് പറയുന്നത്, നമ്മളെ ന്യായം, അല്ലെ, നമ്മുടെ ന്യായവിധിക്ക് നമ്മൾ നിൽക്കുമ്പോ നമ്മൾ കേട്ട വചനം, അപ്പം വചനം കേൾക്കാത്ത, അതാ വചനം പറയുന്നത് അല്ലെ, കേൾക്കാത്തവരോ ഈ സത്യം അറിയാത്തവരോ അവരറിഞ്ഞ അനുസരിച്ചേ അവരെ ശിക്ഷിക്കത്തുള്ളൂ. പക്ഷെ എല്ലാ സത്യവും അറിഞ്ഞ് പക്ഷെ ആ സത്യത്തിനനുസരിച്ച് ജീവിക്കാത്തവരെയോ പിന്നെ എന്ത് ചെയ്യും? ആ വചനത്തിന്റെ സ്റ്റാൻഡേർഡ് അവരെ നിയമം വിധിക്കുന്നത്, അല്ലേ? ഹല്ലേലൂയ. ഇന്നൊരു തീരുമാനമെടുക്കാം. ഹല്ലേലൂയ, ഞാൻ കേട്ട വചനം, ഹല്ലേലൂയ, ആ വചനത്തിനനുസരിച്ച് ഞാൻ ജീവിക്കാം എന്നൊരു തീരുമാനമെടുക്കാം. സ്തോത്രം. വചനം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, അല്ലേ? വചനം അപ്പൊ നമ്മള് വിശ്വാസത്തിനകത്ത് നമ്മൾ വരുമ്പോ കർത്താവിനാൽ അസാധ്യമായി ഒന്നുമില്ല എന്ന് ഒരു സിമ്പിൾ ഒരു ഉദാഹരണം ഞാൻ എടുക്കുക. ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. ലൂക്കാ സുവിശേഷത്തിനകത്ത് വചനം ഇങ്ങനെ പറയുന്നു, there is nothing that is impossible for God, അല്ലെ? ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. യോഹന്നാൻ സുവിശേഷത്തിനകത്ത് മാർത്തയോട് ദൈവം പറയുന്നു, നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. 1 പത്രോസിന്റെ ലേഖനത്തിനകത്ത് വചനം പറയുന്നു, അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പൊ ഈ 3 വചനം ഒരു രോഗം പിടിച്ച ഒരു വ്യക്തി കേട്ടു എന്ന് ഇരിക്കട്ടെ. ഈ വ്യക്തി ഇത് കേട്ടിട്ടും അയാൾ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കാവോ, എൻ്റെ രോഗം എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ, ഈ രോഗം ഒന്നും മാറത്തില്ല, ഓ ഈ മരുന്ന് കഴിച്ചേ ഇനിയും പറ്റത്തുള്ളൂ, കണ്ടോ മാറത്തില്ല, ഓ ഈ മരുന്ന് കഴിച്ചേ ഇനിയും പറ്റത്തുള്ളൂ, കണ്ടോ അവരെയൊക്കെ കണ്ടോ, അവർക്ക് ഇതേ രോഗം വന്നിട്ട് അത് ക്യാൻസറായി, അത് വലിയ വിഷയമായി. എന്ത് പറ്റും? ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റാതെ പോകും. എന്താ? ഈ വ്യക്തി 3 വചനം കേട്ടു. ഈ വ്യക്തിയുടെ അകത്ത് ഈ വചനമുണ്ട്. വ്യക്തി കേട്ടു, 1,
ദൈവത്താൽ കേട്ടു. ദൈവ നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ നിനക്ക് അത്ഭുതം കാണാൻ, ദൈവത്തിന്റെ മഹത്വം കാണാൻ പറ്റും. 3, ഈ വ്യക്തി കേട്ടു, അവന്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത് 3ഉം കൂടെ ഒന്ന് കോർത്തി ഇണക്കിക്കേ. അപ്പൊ ഈ വ്യക്തിക്ക് ഒരു രോഗമുണ്ട്, ഈ വ്യക്തി കേട്ടു, അവന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു, സൗഖ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇയാൾ കേട്ടു, ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല, അപ്പം ദൈവത്തിന് രോഗം മാറ്റാൻ പറ്റും. എന്നിട്ട് ഇയാൾ കേട്ടു, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. എന്ന് വെച്ചാൽ ആ രോഗം എത്ര അഴുക്ക് പിടിച്ച അവസ്ഥയാണേലും, എത്ര ഗതികെട്ട അവസ്ഥയാണേലും ആ രോഗം മാറും, ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടും എന്ന് കേട്ടു. നേരം കഴിഞ്ഞിട്ട് ഈ വചനത്തിനോട് വിശ്വാസമില്ലാതെ അയ്യോ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാതെ ആയി പോകും. ഈ വ്യക്തി ഹല്ലേലൂയ, ഈ വ്യക്തിയെ ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റാതെ ആയി പോകും. എന്താന്ന് വെച്ചാൽ ഈ വ്യക്തി മുഖം നോക്കുന്ന കണ്ണാടിയിൽ നോക്കിയിട്ട് നടന്നുപോയി, മറന്നുപോയി എങ്ങനെയാ എൻ്റെ മുഖം ഇരിക്കുന്നതെന്ന്. മനസ്സിലായി? ഞാൻ എപ്പോഴും കണ്ണാടിയും കൊണ്ട് ഇങ്ങനെ നടക്കുവല്ല എൻ്റെ മുഖം എങ്ങനെയാ ഇരിക്കുന്നതെന്ന് 24 മണിക്കൂറും നോക്കാൻ. ഞാനൊരു മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ മുഖമൊക്കെ ഞാൻ വൃത്തിയാക്കും, ഞാൻ മുടി ചീകും, എല്ലാം ഒരുങ്ങി വൃത്തിയായി ഞാൻ എൻ്റെ മുഖമൊക്കെ ഞാൻ വൃത്തിയാക്കും, ഞാൻ മുടി ചീകും, എല്ലാം ഒരുങ്ങി വൃത്തിയായി ഞാൻ മുഖത്ത് കണ്ണാടി നോക്കി ഞാൻ നല്ല വൃത്തിയായി. ഞാൻ പോകുന്ന വഴിയിൽ എന്തേലും ഞാൻ തൊട്ടിട്ട് ഞാൻ ഒരു കരി എൻ്റെ ദേഹത്ത് എൻ്റെ കയ്യെ പറ്റിയെന്ന് വെക്കട്ടെ, ഞാൻ അറിഞ്ഞില്ല കരിയോ അഴുക്കോ എന്തേലും പറ്റിയത്, ഞാൻ അതിൽ പിടിച്ചു, ഞാൻ അറിയാതെ എൻ്റെ അഴുക്ക് പറ്റിയാൽ ഞാൻ അറിയുന്നുണ്ടോ? അറിയുന്നില്ല. എന്നുവെച്ചാൽ ഞാൻ ഇങ്ങനെ കണ്ണാടി ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കുവല്ല എൻ്റെ മുഖത്ത് കരി പറ്റിയോ എന്ന് അറിയാൻ വേണ്ടി. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ആ മീറ്റിങ്ങിന് പോയിരിക്കുമ്പോ ആൾക്കാർ ചിലപ്പോൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുമായിരിക്കും. അവരോർക്കുമായിരിക്കും, അയ്യോ ഇതെന്തുവാ വലിയ മീറ്റിങ്ങിന് വന്നിരിക്കുക, മുഖത്തൊക്കെ കരി. എൻ്റെ മുമ്പിൽ ഈ കണ്ണാടി ഇങ്ങനെ ഇല്ല. ദൈവവചനം നമ്മളെ നിർബന്ധിക്കുക. നമ്മൾ കേട്ട വചനം എപ്പോഴും നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കട്ടെ, നമ്മൾ മറക്കാതെ എപ്പോഴും നമ്മളുടെ മനസ്സിനകത്ത് ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നമ്മൾ ഈ വചനം ധ്യാനിച്ച് നമ്മൾ കേട്ടെ. അപ്പം ആ രോഗിയായ വ്യക്തി ഈ 3 വചനം കേട്ടു. ഈ വചനം എപ്പോഴും ധ്യാനിച്ച് അയാൾ കാണുന്ന വണ്ണം എവിടെയെങ്കിലും എഴുതി വെച്ച്, അയാളുടെ ബുക്കിനകത്ത് എഴുതി വെച്ച്, അയാളുടെ ചെവിക്കകത്ത് കേൾക്കത്തക്ക വണ്ണം അയാളുടെ കയ്യെ, അതാ യോശുവയോട് ദൈവം പറഞ്ഞത്, ഹല്ലേലൂയ, വചനം നിന്റെയും നിന്റെ തലമുറകളുടെ അകത്തുനിന്നും മാറാതെ നിൽക്കട്ടെ. അവരുടെ നെറ്റിയേലും അവരുടെ വായേലും അവരുടെ കയ്യേലും അവരുടെ കഴുത്തേലും അവരുടെ ജനൽ പടികളിലും അവർ എഴുതി വെക്കട്ടെ. എന്താ? ഇവരിൽ നിന്ന് ഒരിക്കലും മാറാതിരിക്കാൻ. അതുകൊണ്ട് തന്നെയാ ദൈവവചനം പറയുന്നേ, നിങ്ങൾ വചനം കേട്ടിട്ട് ആ വചനം ഇതെനിക്ക് മതി, ബാക്കിയൊന്നും വേണ്ട, ഇതങ്ങ് തള്ളിക്കളഞ്ഞേക്കാം എന്നല്ല. നിങ്ങൾ കേട്ട വചനം എന്നും നിങ്ങളുടെ മുമ്പിൽ നിൽക്കട്ടെ. കണ്ണാടിയിൽ നോക്കിപ്പോയിട്ട് രാവിലെ ഞാൻ കേട്ടു, ഇനി ഇതങ്ങ് വിട്ടുകളഞ്ഞേക്കാം, ഇനി ആവശ്യമുള്ളപ്പോൾ ഞാൻ അതിനെ പൊക്കിയെടുത്തേക്കാം, അങ്ങനെയല്ല. ഞാൻ കേട്ട വചനം എപ്പോ ഇങ്ങനെ അതിനെയിട്ട് ധ്യാനിച്ച് അതെന്റെ എല്ലിന്റെ ഭാഗം, എൻ്റെ ചിന്തയുടെ ഭാഗം, എൻ്റെ രക്തത്തിന്റെ ഭാഗം, എൻ്റെ നടപ്പിന്റെ, ഇരിപ്പിന്റെ, കൊടുക്കൽ വാങ്ങലുടെ, എൻ്റെ സംസാരത്തിന്റെ, സ്വപ്നങ്ങളുടെ ഭാഗമായി തീരുമ്പോൾ കർത്താവിന് അത്ഭുതം ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഇന്ന് ഞാൻ ഉറപ്പോടെ പറയട്ടെ, ഏത് മാറാവ്യാധിയാണെങ്കിലും അത് ദൈവത്തിന്റെ മഹത്വത്താൽ അത് മാറിപ്പോകും. ഹല്ലേലൂയ. വചനത്തിന് ഭയങ്കര ശക്തിയാ. നിങ്ങൾ കേട്ട താക്കോൽ വചനം നിങ്ങൾ ഉറപ്പായിട്ടും കേറി പിടിച്ച് ആ വചനം പറയുന്നത് പോലെ ചെയ്യാൻ എത്ര അധികം ശ്രമിക്കുന്നോ അത്ര അധികം ദൈവത്തിന് അനുഗ്രഹിക്കാൻ സാധിക്കും. ഈ വചനം ഒരു മരം വളരുന്നത് പോലെ വളർന്ന് 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 ജീവിതത്തിനകത്ത് ഫലം കായ്ക്കും, ക്രിയ ചെയ്യും, അനുഗ്രഹമാക്കി തീർക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ.